ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ പറയാൻ പറ്റുകയില്ല, സമയം കുറച്ചേ ഉള്ളൂ. ഞാൻ മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് ഒരു അപേക്ഷയുണ്ട്, കുട്ടികൾക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഞാൻ ആമുഖമായിട്ട് പറയാണ്, യാതൊരു ഗന്ധവും വേദപുസ്തക കാര്യങ്ങളെക്കുറിച്ചോ സഭാകാര്യങ്ങളെക്കുറിച്ചോ ഇല്ലാത്ത ഒരു തലമുറ വളരുന്നുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുന്നു. സൺഡേ സ്കൂൾ പരീക്ഷ വരുമ്പോൾ ചിലര് സ്വാതന്ത്ര്യമുള്ളവർ വിളിക്കുകയാണ്, തിരുമേനിയപ്പച്ച എന്തോ മോളെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണേ. അത് സ്കൂൾ പരീക്ഷയ്ക്കും ഉണ്ട്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണേ, പ്രാർത്ഥന മാത്രമേ ശരണമുള്ളൂ. ആട്ടെ, ചെയ്തോളാം. തിരുമേനിയപ്പച്ച ഒരാള് മീൻ്റെ വയറ്റിലേക്ക് മീൻ തിന്നു ഒരാളേനെന്ന് പറയണ്ടല്ലോ, അതെ ആരനെയാ തിന്നേ? അപ്പോൾ ഞാൻ അവളുടെ തള്ളയെ വിളിച്ചു ചോദിച്ചു, ഇതെന്ത് വിളിച്ച് ചോദിക്കാൻ കാരണം? അല്ല, അത് പുസ്തകത്തിലുണ്ട്, സൺഡേ സ്കൂളിൽ പഠിക്കാനുള്ളതാ. അവളെ പുസ്തകം വായിക്കാൻ തയ്യാറില്ല, അപ്പം അതുകൊണ്ട് ഷോർട്ട് കട്ട് അടിക്കുന്നതാ. തിരുമേനിയപ്പച്ചന് ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഞാനൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞതാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ടല്ല, വായിക്കാനും പഠിക്കാനുമുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കന്യകമറിയം എലിശബായുടെ അടുക്കലേക്ക് യാത്ര ചെയ്ത് അവർ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആ സന്ദർഭമാണ് ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം വായിച്ച് കേട്ടത്. വിസിറ്റേഷൻ സൺഡേ, സന്ദർശന ഞായറാഴ്ച എന്ന് ഇതിന് വിളിക്കാറുണ്ട്. 2 അമ്മമാർ, 2 great mothers are greeting each other, meeting each other and greeting each other, staying together. ആരാണ് ഈ 2 അമ്മമാർ? യോഹന്നാൻ മാബ്ദാനയുടെ അമ്മ, യോഹന്നാൻ മാബ്ദാനയെ 6 മാസം ഉദരത്തിൽ ഗർഭിണിയായി ഇരിക്കുന്ന എലിശബ, ഉടമ്പടിയുടെ മകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 2ാമത്തെ അമ്മ മറിയമാണ്. വെരി ഗുഡ്, അങ്ങനെ നിങ്ങൾ ഉറക്കെ പറയണം, എനിക്കിഷ്ടമാണത്. മറിയം ആരാണ്? ദൈവത്തെ പ്രസവിച്ചവളാണ്. മറിയം യൊൽദാസ് ആലോഹോ, കർണത്താൽ അവനെ കൈക്കൊണ്ട് ഉദരെ പേറിയവളാണ്. മറിയയുടെ ഗർഭത്തിൽ വചനം ജഡം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. വിശുദ്ധ ലൂക്കോസ് എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കണം. അക്കാലത്ത് മറിയം എഴുന്നേറ്റ് മലനാട്ടിലെ ഒരു യഹൂദിയ നഗരത്തിലേക്ക് ഉത്സാഹത്തോടെ പോയി. മറിയയുടെ പ്രത്യേകത എന്താ? കൊച്ചുകുട്ടിയാണ്. ഒരു പ്രത്യേക ദൗത്യം ആണ് അവളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യമൊന്നും അവൾക്ക് ആദ്യം മനസ്സിലാകുന്നില്ല. എന്നാൽ കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൗത്യം അവൾ ഏറ്റെടുക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു അല്ലേ? ഗബ്രിയേൽ മാലാഖ അവളോട് പറഞ്ഞപ്പോൾ ആ ദൗത്യം അവൾ ഏറ്റെടുത്തു. മറിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ചിലരെങ്കിലും പറയും, നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് പലരെ. മറിയ എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ കർത്താവ് യഹോവയാകുന്നു എന്നാണ്. യഹോവ എൻ്റെ കർത്താവാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. മറിയാഹു, മറിയാമ, ഇതെല്ലാം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള 23-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്കാണ്.
അവളെ പേരിട്ട് വിളിച്ചത് നിന്റെ ഇടയൻ യഹോവയാണ്, നിന്റെ യജമാനൻ യഹോവയാണ് എന്നാണ്. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവൾ പറഞ്ഞത്, കണ്ടാലും ബിഹോൾഡ് ഐ ആം എ മെയ്ഡ് സെർവന്റ് ഓഫ് ലോർഡ്, ഞാൻ യഹോവയുടെ ദാസിയാണ്. അതുകൊണ്ട് എന്താണോ അവിടുന്ന് കൽപ്പിക്കുന്നത് ഞാനത് സ്വീകരിക്കുക. എൻ്റെ ബുദ്ധിക്കോ ഒന്നും അത് മനസ്സിലാകുകയില്ല. ഇറ്റ്സ് ബിയോണ്ട് മൈ റാഷണൽ തിങ്കിങ്. ബട്ട് വാട്ട് യു സേ ടു മീ ഐ സബ്മിറ്റ് മൈസെൽഫ്. മറിയ വീണ്ടും ആരാണ്? കൊച്ചു പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞു, എലിശബയോ പുരോഹിതന്റെ പത്നിയാണ്, സക്രിയ പുരോഹിതന്റെ പത്നിയാണ്, വാർദ്ധക്യത്തിലുള്ളവളാണ്. വാർദ്ധക്യത്തിൽ അവൾ ഗർഭിണിയായിരിക്കുകയാണ്. എല്ലാവരാലും ബഹുമാനിതയാകുന്ന ഒരു സമയമാണ്. അവിടേക്ക് മറിയ കടന്നു വരികയാണ്. മറിയയും എലിശബയും കസിൻസാണ്. മറിയയുടെ അമ്മ ഹന്നായും എലിശബയുടെ അമ്മ ഇസ്മരിയായും സിസ്റ്റേഴ്സാണ് എന്ന് പറയുന്നുണ്ട്. സെക്കൻഡറി ഡോക്യുമെന്റ്സിൽ ഈ കാര്യങ്ങളൊക്കെ വായിക്കാനൊക്കെ. അപ്പോൾ എലിശബ മറിയയ്ക്ക് ആക്ച്വലി അമ്മയുടെ സ്ഥാനത്താണ്. എന്നാൽ നാം ഓർക്കണം, സാധാരണത്തെ ഒരു രീതിയിലാണെങ്കിൽ ഈ വാർദ്ധക്യത്തിലുള്ള അമ്മയെ കാണാനായിട്ടൊരു കൊച്ചു പെൺകുട്ടി ചെല്ലുമ്പോൾ, അതും ഈ അമ്മ ഗർഭിണിയാണ്, ഈ പെൺകുട്ടി അവളെ ഏറ്റവും ബഹുമാനത്തോടെ ആദരിക്കണം. അത് മറിയ ചെയ്യുന്നുണ്ട്. മറിയ ചെന്നിട്ട് എലിശബയ്ക്ക് വന്ദനം ചൊല്ലി. ശ്ലോമോ ലകുൽക്കുൻ, അതാണ് വന്ദനം. നാം പരസ്പരം കാണുമ്പോഴൊക്കെ സമാധാനം ആശംസിക്കണം പരസ്പരം. ആ സമാധാന ശബ്ദം എലിശബ കേട്ടപ്പോൾ എലിശബയുടെ ഉദരത്തിൽ യോഹന്നാൻ മാബ്ദാന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നാണ് പറയുന്നത്. നാം ആദ്യം വായിച്ചു, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വായിച്ചു. സക്രിയ പുരോഹിതൻ ധൂപാർപ്പണം നടത്തുന്ന സമയത്ത് അവനെ ഒരു ദർശനമുണ്ടായി. ആ ദർശനം എന്തായിരുന്നു? നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോവാണ്. ആ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയും. He will be filled with the Holy Spirit while he be still a embryonical baby in the womb of your wife. ഇതാണ് സക്രിയ പുരോഹിതനോട് പറഞ്ഞത്. അപ്പോൾ അതെപ്പോഴാണെന്നറിയില്ല. മറിയ വന്ന് വന്ദനം പറഞ്ഞപ്പോൾ എലിശബയുടെ ഉദരത്തിൽ സക്രിയ യോഹന്നാൻ മാബ്ദാന തുള്ളിച്ചാടി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തുള്ളിച്ചാടി. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് യോഹന്നാൻ മാബ്ദാനയുടെ മാമോദീസ അവിടെയാണ് നടക്കുന്നത്. കർത്താവ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ആരാണ് യോഹന്നാൻ മാബ്ദാനയ്ക്ക് മാമോദീസ കൊടുത്തത്? അവൻ സ്ത്രീകളിൽ നിന്നുള്ളവരിൽ ഏറ്റവും വലിയവനാണ്. ആരാണ് ഇവന്റെ മാമോദീസ നൽകിയത്? സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? യഹൂദന്മാർക്ക് ഒരു പിടിയില്ല. യഹൂദന്മാർക്ക് അന്നും ഇന്നും ഒരു നല്ല മനുഷ്യരാണോ ഒന്നുമല്ല എൻ്റെ വിഷയം. ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായില്ല എന്തായി പറയുന്നതെന്ന്. ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു. എന്നാൽ വലിയൊരു പങ്ക് യഹൂദന്മാർക്കും ക്രിസ്തു ദർശനം എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവ് പറയുന്നത്, യോഹന്നാൻ മാബ്ദാനയ്ക്ക് മാമോദീസ നൽകിയത് ഞാനാണ്, വിശുദ്ധ തൃത്വമാണ്. അതുകൊണ്ടാണ് യോർദാനിൽ വെച്ച് പിന്നീട് ഇപ്പോൾ നീ സമ്മതിക്ക എന്ന് പറഞ്ഞുകൊണ്ട് മാമോദീസ അവനിൽ നിന്ന് കർത്താവ് ലോകത്തിലേക്ക് വെളിപ്പെടുവാനുള്ള ആ സംഭവം അവനിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. മാതാവ് എലിശബയ്ക്ക് വന്ദനം ചൊല്ലിയപ്പോൾ എലിശബയുടെ മറുപടി എന്താണ്? എലിശബ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അത്യുച്ചത്തിൽ മറിയമിനോട് പറഞ്ഞു,
സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എന്നിട്ട് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഓർമ്മ വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഓർമ്മ വരുന്നുണ്ടോ? ആരോ പറഞ്ഞല്ലോ, അച്ഛൻ്റെ അമ്മച്ചി പറയുമല്ലോ, ഉറക്കെ പറഞ്ഞേ അച്ഛൻ. ആരോ പറഞ്ഞു. ആരാടാ പറഞ്ഞത്? വെരി ഗുഡ്. അച്ഛൻ ശിവച്ചൻ്റെ മോനല്ലേ? വെരി ഗുഡ്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. പേടിക്കണ്ട. ശുദ്ധമുള്ള കന്യക മർത്തുമറിയം അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവസന്നിധിയിൽ അപേക്ഷിക്കണമേ. ചിലര് പറയണത് ഈ പ്രാർത്ഥന ചൊല്ലി ആകെ കുഴപ്പമാണ്. ഇപ്പം ആ ബലൂൺ താഴേക്ക് പോകുന്ന മാതിരി ആകാശം ഇടിഞ്ഞ് താഴെ വീഴും. അതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേന്ന് കേട്ട ഒട്ടനെ വായൊക്കെ തുന്നിക്കൂട്ടും. പലരും നമ്മുടെ കൂടെ നമ്മുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വരും. ഈ പ്രാർത്ഥന പറയാത്തവരുണ്ട്, അതറിയാത്തവരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ അച്ഛന്മാർ ചിലപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്യും. അയ്യോ അവരുള്ളതല്ലേ, എന്നാ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലണ്ട. അങ്ങനെയല്ല. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എവിടുന്ന് കിട്ടിയതാ? ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായമാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാ? എലിശബിയായോ? ഗബ്രിയേൽ മാലാഖ. അപ്പൊ അത് ആരുടെ സന്ദേശമാണ്? പിതാവാം ദൈവമാണ് ഗബ്രിയേൽ. ദൈവത്തിന്റെ വ്യക്തി, പ്രതിപുരുഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗബ്രിയേൽ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ദൈവത്തിന്റെ വ്യക്തി. നമ്മൾ പറയത്തില്ലേ, ഡൽഹിയിൽ ഇഷ്ടം പോലെ ഡിപ്ലോമാറ്റ്സ് ഉണ്ട് അല്ലേ? പല രാജ്യങ്ങളുടെയും അംബാസഡേഴ്സ് ഉണ്ട്. റഷ്യൻ അംബാസഡർ ഡൽഹിയിലെ PM ഓഫീസിൽ ചെന്നൊരു സന്ദേശം അറിയിച്ചാൽ ആരുടെ സന്ദേശം അറിയിക്കുന്നേ? റഷ്യൻ ഗവൺമെന്റിന്റെ അല്ലേ? അല്ലാതെ അവന് തോന്നി ഇത് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ വ്യക്തി, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ദൂതൻ മറിയത്തോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനോട് എലിശബ കൂട്ടിച്ചേർക്കുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പോൾ സഭ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ തന്നെ പറഞ്ഞ ആശയം എന്താ? ശുദ്ധമുള്ള കന്യക മർത്തുമറിയം അമ്മേ, തമ്പുരാന്റെ അമ്മേ. തമ്പുരാന്റെ അമ്മ എന്ന് മറിയത്തെ ആദ്യം വിളിച്ചത് ആരാ? എലിശബ. അച്ഛൻ വിചാരിക്കുന്നുണ്ട് പരിമല തിരുമേനിയെ കുറിച്ച് പ്രസംഗിക്കാൻ ഈ തിരുമേനിയെ വിളിച്ചിട്ട് എന്തൊക്കെയായി പറയണേന്ന് ഒരു പക്ഷി ചിന്തിക്കുന്നുണ്ടാകാം. പരിമല തിരുമേനി ആഗ്രഹിക്കുന്നത്, പരിമല തിരുമേനിയെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, തിരുമേനി ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ ഈ അമ്മയുടെ, ഈ അമ്മമാരുടെ കഥ, അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് അതൊന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ശുദ്ധമുള്ള കന്യക മർത്തമറിയം അമ്മേ, തമ്പുരാന്റെ അമ്മേ. തമ്പുരാന്റെ അമ്മേ എന്ന് കർത്താവിനെ വിളിച്ചതേ
ഓർത്തഡോക്സുകാരനല്ല ആദ്യം വിളിച്ചത്. ആരാ വിളിച്ചത്? ഏലിശുബയാണ്. ഓർത്തഡോക്സ് ഇതര വിശ്വാസങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. ഞാൻ ആരെയും ഹർട്ട് ചെയ്യാനായിട്ട് പറയുകയല്ല. എൻ്റെ ഒരു ഇടവക്കാരി, നേരത്തെയുള്ളൊരു ഇടവക്കാരി, അവളുടെ സഭയൊന്നും ഞാൻ പറയുന്നില്ല, ഓർത്തഡോക്സിലേക്കാണ് കെട്ടിക്കൊണ്ടുവന്നത്. അവളുടെ ബർത്ത്ഡേ സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ്. അവളുടെ അമ്മ ഓർത്തഡോക്സുകാരിയാണ്. ഓർത്തഡോക്സുകാരി അമ്മയെ വേറൊരു സഭയിലേക്ക് കെട്ടിച്ചു. അതുകൊണ്ട് അവൾ അവിടെ ജനിച്ചു. അപ്പം ഇവളെ തിരിച്ച് ഓർത്തഡോക്സ് സഭയിലേക്ക് കെട്ടിച്ചു. ആ വിവാഹ ജീവിതമൊന്നും അത്ര വലിയ സന്തോഷമൊന്നും ആയിരുന്നില്ല. അച്ഛന്മാർക്കറിയാമല്ലോ കുറേ കാര്യങ്ങളൊക്കെ. അത്ര വലിയ, ഞാൻ ആളുടെ കാരോ പേരോ നാളോ ഒന്നും പറയുന്നില്ല കേട്ടോ. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയെന്നൊന്നും പറയരുത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ആകെയുള്ള സന്തോഷം ഓർത്തഡോക്സ് സഭയിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടി, എനിക്ക് ദൈവമാതാവിനെ തിരിച്ചു കിട്ടി. എൻ്റെ ജന്മദിനം സെപ്റ്റംബർ 8 വേറെ വലിയ ഒരുപാട് കാര്യമൊന്നും കിട്ടിയോന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് ഐ ഗോട്ട് മദർ ഓഫ് ഗോഡ് ബാക്ക് ടു മൈ ലൈഫ്. എൻ്റെ വല്യമ്മ എന്നെ പഠിപ്പിച്ച സുന്ദരമായ പ്രാർത്ഥനയായിരുന്നു കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. എന്നാൽ എൻ്റെ വീട്ടിൽ വരുമ്പോൾ, ഞാൻ ഓർത്തഡോക്സുകാരി അല്ലാത്തത് കൊണ്ട് ഇത് ചൊല്ലാൻ ഒക്കത്തില്ല, ഭർത്തൃ വീട്ടിൽ വന്നപ്പോൾ ഈ പ്രാർത്ഥന എനിക്ക് വീണ്ടും ചൊല്ലാൻ പറ്റി എന്ന് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. വേദവിപരീതങ്ങൾ ഒരു കാലഘട്ടത്തിൽ നവീകരണം എന്ന ഓർമ്മ പേരിൽ വേദവിപരീതം മുഴുവൻ പഠിപ്പിച്ചു. അത് തുടങ്ങിയത് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് 16-ാം നൂറ്റാണ്ടിൽ. പുള്ളിക്കാരൻ വായിച്ചു നോക്കി, ആളും മിടുക്കനായിരുന്നു, ജർമ്മൻ സ്കോളറായിരുന്നു. പുള്ളിക്കാരൻ വായിച്ചു നോക്കി, പുള്ളിക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ കമന്ററി അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് എ പ്രില്യൂഡ്, എ പ്രിലിമിനറി ചാപ്റ്റർ ടു ദ ഗോസ്പൽ ഓഫ് അവർ ലോർഡ് അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക്. സോ ദർ ഇസ് നത്തിങ് മച്ച് ഇമ്പോർട്ടൻറ്റ് തിങ്, സോ ഐ ആം സ്കിപ്പിംഗ് ദിസ് ചാപ്റ്റർ വിത്തൗട്ട് എനി ഇന്റർപ്രിട്ടേഷൻ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നിനിവയിലെ ഇസ്ഹാക്ക് എന്ന വേദപുസ്തക വ്യാഖ്യാതാവ്, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ വ്യാഖ്യാതാവ്, ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തെക്കുറിച്ച് ഒരു വോളിയം തന്നെ എഴുതി. കാരണം എന്താ? അടിസ്ഥാന വേദശാസ്ത്രം മുഴുവൻ ഈ അധ്യായത്തിലുണ്ട്. വിശകലനം ചെയ്ത് പറഞ്ഞ ഒരുപാട് സമയമെടുക്കും. ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്, പഠിച്ചിട്ടുള്ള ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ അത് മുഴുവൻ പറയാൻ ഞാൻ ശ്രമിക്കുകയല്ല. എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരനുഭവം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുത്ത അവർക്ക് വല്ലതും മനസ്സിലാവൂ? അദ്ദേഹം പറയാണ്, കുഞ്ഞുങ്ങൾക്കേ വല്ലതും മനസ്സിലാവുള്ളൂ. പ്രായം കൂടും തോറും ആത്മീയ വിവരം കുറയും. നമുക്ക് തോന്നി ഈ കുഞ്ഞിനൊന്നും മനസ്സിലാവോ? ഇതിനെ ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞ് വാ കൊണ്ട് വിശ്വസിച്ച് അത് ആ പാരമ്പര്യത്തിൽ ആ കുഞ്ഞു വളരുകയാണ് മാമോദീസ മുതൽ. അപ്പോൾ മാമോദീസയുടെ വേദശാസ്ത്രം, ദൈവമാതാവിനെ കുറിച്ച് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ചത്, അങ്ങനെ ഇങ്ങ് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം നമ്മെ ഓർപ്പിക്കുകയാണ്. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, അല്ലേ? അതിൽ എന്തെങ്കിലും വേദവിപരീതം ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലേ, പണ്ട് പഠിച്ചതൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്, എനിക്ക് ഒരു തിരക്കുമില്ല. തിരുമേനി ഇന്ന് പറഞ്ഞതിൽ ഇന്ന സംശയങ്ങൾ എനിക്കുണ്ട്. എനിക്ക് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു പ്രയാസമില്ല. വീണ്ടും അടുത്തൊരു പ്രാർത്ഥനയാണ് കണ്ടത്. മറിയം പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എല്ലാ ദിവസവും രാത്രി നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ പള്ളിക്കൂദാശ, പട്ടം കൂട, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മറിയമിന്റെ ഈ പ്രാർത്ഥന പുതിയ നിയമത്തിന്റെ 51-ാം മസ്മൂറയാണ്. 51-ാം മസ്മൂറ അനുതാപത്തിന്റെ പ്രാർത്ഥനയായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ മസ്മൂറയാണ്
മറിയം പറഞ്ഞ എന്തെന്നാൽ എന്ന പ്രാർത്ഥന കണ്ടാലും തൻ്റെ ദാസിയുടെ താഴ്ചയെ ദൈവം കണ്ടിരിക്കുന്നു. എ പ്രയർ ഓഫ് കംപ്ലീറ്റ് സബ്മിഷൻ. ഈ രണ്ട് പ്രാർത്ഥനകൾ ഈ ഭാഗത്ത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണാം. അതുപോലെ തന്നെയാണ് 80 വാക്യങ്ങളുള്ള ഈ സുവിശേഷം നിറയെ രത്നഖനിയാണ് 1-ാം അധ്യായം മുഴുവൻ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. മറിയ എലിശബേയുടെ അടുക്കൽ ചെന്നു. ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഗർഭസ്ഥ ലോകത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. സജി വെച്ചെൻ്റെ കൊച്ചമ്മ, എൻ്റെ മോള് ഐക്കണോഗ്രാഫിസ്റ്റും കൂടിയാണ്, ഇല്ലയോ? ഐക്കണൊക്കെ വരയ്ക്കും ഇവരൊക്കെ. അപ്പൊ അതിൽ ഒരു പ്രധാന ഐക്കൺ, ഇന്നത്തെ ദിവസത്തിന്റെ ഐക്കൺ കലണ്ടർ നോക്കി അറിയാം. രണ്ടമ്മമാർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഉദരങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങൾ, ഒരാൾ അടുത്തയാളെ ആലിംഗനം ചെയ്യാൻ ചെല്ലുന്നു, മറ്റേയാള് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു, തുള്ളിച്ചാടുന്നു. കർത്താവും യോഹന്നാൻ മാബ്ദാനിയുമാണ്. ആ ദിവസമാണ് ഇന്ന് സഭ ഓർക്കുന്നത്. അടിസ്ഥാനമിടുകയാണ് കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക്. ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ തമ്പോറും എടുത്ത് കൊട്ടി പാട്ടും പാടി ഒക്കെ നല്ലതാണ്. ക്രിസ്മസ് കരൾ അതിനൊക്കെ പോകുന്നുണ്ടാവും അല്ലേ? 1 മുതലൊക്കെ തുടങ്ങുമായിരിക്കും. പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഡിസംബർ 1 മുതൽ ക്രിസ്മസ് കരളിംഗ് ആണ്. നല്ലതാണ്. പക്ഷെ എന്താണ് അതിൻ്റെ സന്ദേശമെന്നും കൂടെ ഉൾക്കൊള്ളണം. കുറെ തുള്ളിച്ചാടി നടന്നാൽ പോരാ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചെല്ലുന്നിടത്തുനിന്നെല്ലാം കിട്ടുന്ന ഈ എന്താണ് വിഷക്കേക്ക്, വിഷക്കനി എന്ന് പറയുന്ന മാതിരിയാണ് ഇപ്പോഴത്തെ കേക്കുകൾ. അതൊന്നും വാരി തിന്നരുത്. 25-ാം തീയതി വരെ നോമ്പെടുക്കണം. ഞാൻ സമയം പോകുമെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയാണ്. എൻ്റെ നാട്ടുകാരനാണ് ജിബിയും, കുന്നംകുളം കൊള്ളന്നൂരാണ്. ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ഈ ചക്ക മുറിച്ച മരത്തെ കേക്ക്, പൈനാപ്പിൾ മരത്തെ കേക്ക്, ഇങ്ങനത്തെയൊക്കെ കേക്കുകൾ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം അതിനേക്കാളൊക്കെ വലിയ ഫാഷനാണ്. അപ്പോൾ ഡിസംബർ ആദ്യം തൊട്ടേ തുടങ്ങും. ഈ കേക്ക് വരുമ്പോൾ ഏത് കേക്കാണ് മേടിക്കേണ്ടതെന്ന് ഡിസ്കഷൻ വരും. ക്രിസ്മസ് കേക്ക് ഏത് വേണോ? അപ്പം ചക്ക മുറിച്ചത് വേണോ, പൈനാപ്പിൾ വേണോ, വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ അതൊക്കെ ചിന്തിക്കും. അപ്പോൾ എന്നിട്ട് പറയും, അപ്പം ഞങ്ങൾ ആദ്യം ഒരു ഡിസ്കഷൻ നടത്തും. അപ്പം പിശുക്കനാണ്, അതുകൊണ്ട് ഇതൊന്നും മേടിച്ചു തരുന്ന സാധ്യതയൊന്നും ഇല്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം എന്നിട്ട് അപ്പോൾ ഇത്തവണ നമുക്ക് ഇന്ന കേക്ക് മേടിക്കണം. അപ്പോൾ തിരിച്ചൊരു ചോദ്യം, അത് അപ്പൻ ചോദിക്കാം, അല്ലെങ്കിൽ അമ്മ സൈഡിൽ നിന്ന് ചോദിക്കാം. ഒരു കട്ടയാണ്, ഒരു ചങ്കാണ്, പുറത്തേക്ക് അടിയാണ്, പക്ഷെ ഉള്ളിൽ അവരൊന്നാണ്. അപ്പോൾ എടാ ഇന്ന് എന്താ ദിവസം? അല്ലേ, ഡിസംബർ 5. അത് ശരി. അപ്പം നോമ്പെടുക്ക്, നീ 25-ാം തീയതി വരെ നോമ്പെടുക്ക്. നിനക്ക് ക്രിസ്മസ് പരീക്ഷയിലേ ഉണ്ട്, അതെഴുത്. അത് കഴിഞ്ഞിട്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് നോമ്പ് തീരുമ്പം ക്രിസ്മസിൻ്റെ അന്ന് നിനക്ക് ആവശ്യമുള്ള കേക്ക് അപ്പം മേടിച്ച് തരാൻ കേട്ടോ. ഇപ്പോഴേ ഞങ്ങൾ 5 പേരുണ്ട് ഞങ്ങളുടെ സുന്നതോസിൽ, 5 മക്കളുണ്ട്. ഇപ്പോഴേ അതിൻ്റെ ഡിസ്കഷൻ വേണ്ട. എന്നിട്ട് ക്രിസ്മസിൻ്റെ അന്ന് കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇച്ചിരിയും പോകുന്ന ഒരു കറുത്ത കേക്ക്, മനുഷ്യന് കണ്ടാൽ തന്നെ അത് കഴിക്കാൻ തോന്നുന്നില്ല. എന്താ സാധനം? അപ്പോൾ ഞങ്ങൾ ആകെ ഡിജക്റ്റഡ് ആകും. അപ്പോൾ പറയും, മോനെ ഇതാണ് നല്ല കേക്ക്, ഇതാണ് പ്ലം കേക്ക്, ഇത് ഏറ്റവും ക്വാളിറ്റിയുള്ള കേക്കാണ്. അല്ലാതെ മറ്റത് ഈ സാക്കറിന് അടിച്ചു വെച്ചിരിക്കുന്ന, ക്രീമൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന, കഴിച്ചാൽ കുടല് ചൊട്ടിപ്പോകും, അൾസർ ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകും, ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ട് ഈ ഇതിനൊക്കെ പൊക്കോ നിങ്ങൾ. പക്ഷെ പോകുമ്പോൾ കട്ടൻ കാപ്പി കുടിച്ചാൽ മതി, അങ്ങനെ നിർബന്ധമുള്ളവർ. അതുപോലെ തന്നെ കേക്കൊക്കെ കഴിക്കുന്നത് ക്രിസ്മസിന് അച്ഛനിവിടെ ആരാധന നടത്തും, അതിന് ശേഷം മതി. നോമ്പെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനും ഈ ദിവസങ്ങളിൽ നാളെ തുടങ്ങുകയാണ്, നമുക്ക് സാധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ അമ്മമാർ ദൈവത്തെ സ്തുതിച്ച് ഒന്നിച്ചിരിക്കുന്ന സന്ദർഭമാണ്. വാത്സല്യമുള്ളവരെയും പരിശുദ്ധ പരിമല തിരുമേനി ഈ നിഷ്ഠയിൽ
വളർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അമ്മയെ കണ്ടിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചുപോയി. സഹോദരിയാണ് വളർത്തിയത്, മൂത്ത സഹോദരിയാണ് വളർത്തിയത്. ഒരു കൂട്ടുകുടുംബത്തിന്റെ അനുഭവമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. നല്ല കുടുംബത്തിലേക്കായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഏതായിരുന്നാലും പക്ഷെ അദ്ദേഹത്തിന് നിർബന്ധം ദേവാലയത്തിലെ ആരാധനകളിൽ പങ്കെടുക്കണം, പഠിക്കണം. 8 വയസ്സുള്ളപ്പോൾ മസ്മൂറുകളെല്ലാം സുറിയാനിയിൽ അറിയാമായിരുന്നു. അന്ന് സുറിയാനിയിൽ ആരാധന. ഇന്നെല്ലാം നമ്മൾ മലയാളത്തിലാക്കി. നല്ല കാര്യം. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാവോ? ഒന്നും ശ്രദ്ധിച്ചല്ല ചൊല്ലുന്നേ, ഉള്ള തെറ്റ് മുഴുവൻ ചൊല്ലും. ഞാൻ അതിനെക്കുറിച്ച് അതിലേക്കൊന്നും അധികം പോകുന്നില്ല. പുസ്തകം നോക്കി കൃത്യമായിട്ട് ചൊല്ലാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. എന്നാൽ തിരുമേനി നല്ല സ്ഫുടമായി കൃത്യമായിട്ട് ചൊല്ലുന്നു കണ്ടപ്പോൾ അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത, അന്ന് പാലക്കുന്നത്ത് അത്താനാസ്യോസ് കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. വലിയ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹം ഈ കുട്ടിക്ക് സമ്മാനങ്ങൾ കൊടുത്തു, പലഹാരങ്ങൾ കൊടുത്തു, പിന്നെ ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വർണ്ണ നാണയം ഒന്നും വേണ്ട, എനിക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ സമ്മാനം കിട്ടാനല്ല ഞാനിത് പഠിച്ചത്, എൻ്റെ പാരമ്പര്യമാണ് ഞാനിതൊക്കെ പഠിച്ചത്, അതുകൊണ്ട് സമ്മാനമൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് 8 വയസ്സ് കഴിഞ്ഞ കൊച്ചൈപ്പോര എന്ന യുവാവിനെ ഷമ്മാശനായിട്ട് കോറൂയവായിട്ട് പട്ടം കൊടുക്കുന്നത്. വീണ്ടും അദ്ദേഹം പഠിക്കുകയാണ്, വളരുകയാണ്. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് വൈദികനായത് എല്ലാം പിള്ളേരുകളി ആയതുകൊണ്ടല്ല. അന്ന് അത്രയും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. എക്കാറ വെച്ച് ഗാനങ്ങൾ ആലപിക്കാൻ അറിയാം, മസ്മൂറുകൾ അറിയാം, സഭയുടെ വേദശാസ്ത്രം അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞു. ഒരു അത്ഭുതമായ പ്രതിഭാസമാണ്. നമ്മളതിൽ അത്ഭുതപ്പെട്ടിട്ട് അസൂയപ്പെട്ടിട്ടൊന്നും ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ അസൂയ തോന്നാറുണ്ട്. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, തിരുമേനി 54 വയസ്സ് വരെ ജീവിച്ചേ, 58 കൊല്ലം വരെ ജീവിച്ചല്ലോ, ശരീരത്തിന് വീതി കൂടാന്നുള്ളതിൽ വല്ല പ്രയോജനമുണ്ടോ? സഭയ്ക്കോ സമൂഹത്തിനോ നിന്നെക്കൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഇത് ചോദിക്കാൻ, സ്വയം ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പിതാവ്, ആ പിതാവിനെ അമ്മ വിശുദ്ധ കന്യകമറിയാമായിരുന്നു. ആ പാതകളിൽ സഞ്ചരിച്ചയാളാണ്. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിന്റെ നിഷ്ഠയായി സ്വീകരിച്ച വ്യക്തിയാണ്. ആ പരിശുദ്ധന്റെ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു ദേവാലയം. എനിക്ക് ഭയങ്കരമായിട്ട് അച്ഛനോട് 2-3 പ്രാവശ്യം പറഞ്ഞു, അയ്യോ ഒരു ചെറിയ പള്ളിയാട്ടോ. ഞാൻ പറഞ്ഞ അച്ഛൻ ഇരിക്കുന്ന പള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പള്ളിയാണ്. അല്ല, ബിൽഡിങ്ങിൻ്റെ ചെറുപ്പവും വലിപ്പവും. രാവിലെ വന്നപ്പോഴും അച്ഛൻ ഒരു ചെറിയൊരു ഇതിന് മുകളിലാണ് ഒരു ചെറിയ പള്ളിയാട്ടോ. പക്ഷെ ഐ റിയലി എൻജോയ് ദിസ് പാരിഷ്. അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ ചുമതലയിലിരിക്കുമ്പം ഇങ്ങനത്തെ അനേകം പള്ളികൾ എനിക്കുണ്ട്. ചിത്തോട് ഒരു കാലത്ത് ഡൽഹി ഭദ്രാസനത്തിലെ പള്ളിയാണ്. ശിവച്ചനക്കിരുന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വീടിൻ്റെ മുകളിലാണ് ഒരു പള്ളി. ഒരു വീട്ടുകാർ വീട് വെച്ചപ്പം അവിടെ പള്ളിക്ക് സ്ഥലമില്ല. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, സൈഡിലൂടെ ഒരു കോണി വയ്ക്കാം മുകളിൽ. അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം മുകളിൽ പെരുമലത്തിനുമേ സെൻറ്റ് ജോർജിൻ്റെ നാമത്തിലെ ഒരു സുന്ദരമായ പള്ളി പണിതു. ഞാൻ പലപ്പോഴും അവിടെ പോയി താമസിക്കാറുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പള്ളിയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൽ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന പരിശുദ്ധ പരിമലത്തിന് വേണ്ട മധ്യസ്ഥയിൽ ഒരു ദേവാലയം ചമയ്ക്കാൻ നിങ്ങൾക്കിടയായി എൻ്റെ ജൂബിലി ആഘോഷിക്കുവാനിടയാകുന്നു. നന്മയിൽ വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടയാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന്